നേതാക്കന്മാരുടെ കൂടുമാറ്റം തുടരുകയാണ്. ഇക്കുറി CPI നേതാവ് BJPയിലേക്കല്ല, കോൺഗ്രസിലേക്കാണ് പോയത്. BJPയിലേക്ക് പോയില്ലല്ലോ, പാർട്ടി മാറിയെങ്കിലും CPIയുടെ അഭിമാനം രക്ഷിച്ചു. CPI പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് സൈബർ ഇടങ്ങളിലോ പാർട്ടി കേന്ദ്രങ്ങളിലോ മറ്റ് മാധ്യമങ്ങളിലോ വലിയ ചർച്ചയൊന്നും വന്നില്ല. അതേസമയം BJPയിലോട്ടായിരുന്നു കൂടുമാറ്റമെങ്കിൽ എന്തെല്ലാം പുകിലുണ്ടാകുമായിരുന്നു. CPI നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെയാണ് പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം കൂടിയായ ഷുക്കൂർ രാജിവെച്ചത്. ഷുക്കൂറിന് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരുന്നു. CPI വിട്ട ഷുക്കൂർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. CPI ജില്ലാ നേതൃത്വമോ കീഴ്ഘടകങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. CPIയുടെ വ്യാപാരി സംഘടനയായ വ്യാപാരി വ്യവസായി ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റായും 14 വർഷത്തോളം CPI പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഷുക്കൂർ പ്രവർത്തിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തുകളുടെ ചുമതലയായിരുന്നു ഷുക്കൂറിന് നൽകിയിരുന്നത്. പാർട്ടിയുമായി പിണങ്ങിയ ഷുക്കൂർ കുറച്ച് ദിവസമായി അവധിയിലായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലുണ്ടായ തർക്കമാണ് പാർട്ടിയുമായി ഇടയാൻ കാരണമായത്. സംഘടനയുമായുള്ള വിയോജിപ്പാണ് പാർട്ടി വിടുന്നതെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. പ്രവർത്തിക്കാൻ മികച്ചത് കോൺഗ്രസ്സാണ്. നേതാക്കളടക്കം കൂടുതൽ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വരും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണി വലിയ വിജയം നേടുമെന്നും ഷുക്കൂർ വ്യക്തമാക്കി. BJPയിൽ പോകുന്നവർ മുഖസ്തുതിക്ക് BJP സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തള്ളുന്നത് പോലെയല്ല ഷുക്കൂർ പറഞ്ഞത്. ഷുക്കൂറിനെ പോലെയുള്ള ഒരാൾക്ക് മണ്ഡലത്തിൻ്റെ പൾസറിയാം. താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഷുക്കൂർ പാർട്ടി വിട്ടത് CPIക്ക് ഒരു ക്ഷീണം തന്നെയാണ്. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണിയുമെന്ന് പറയുന്നത് പോലെയാ CPI. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണിന്ന് CPI. ഉള്ളത് കൊഴിഞ്ഞു പോകാതെ നോക്കുന്നതിന് പകരം ഉള്ളവരെ പറഞ്ഞു വിടുന്ന നയമാണിപ്പോൾ CPIക്കുള്ളത്. പറയാതിരിക്കാൻ നിർവാഹമില്ല.